നമസ്കാരം. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, ലൈഫ് കെയർ സെന്റർ ഫോർ വ്യൂവേഴ്സ് ഇൻ ലൈഫ്സ്റ്റൈൽ ഡിസീസസ്, തേവര, കൊച്ചി. മലയാളികളുടെ ശരീരപ്രകൃതി മാറിയിരിക്കുന്നു. വണ്ണം കൂടുന്നു, കുടവയർ കൂടി വരുന്നു. തുടക്കത്തിൽ പലർക്കും തൂക്കം അധികം കൂടിയിട്ടുണ്ടാവില്ല. ചെറിയൊരു വയർ, ഡ്രസ്സിനുള്ളിൽ ആരും കാണില്ല. ആ ചെറിയ വയർ പലപ്പോഴും ശരീരത്തിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ മുന്നറിയിപ്പാണ്. ചെറിയ വയർ പതുക്കെ കുടവയറായി വളരുന്നു. ഇത് വെറും ഭക്ഷണം അധികം കഴിച്ചതിന്റെ ഫലമല്ല. ഇത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, സ്ട്രെസ് ഹോർമോണുകൾ, പേശികളുടെ ബലക്കുറവ്, ഉറക്കക്കുറവ്, ഫാറ്റി ലിവർ, ടോക്സിൻ അടിഞ്ഞുകൂടൽ, തെറ്റുന്ന ഗട്ട് മൈക്രോബയോം ഇവയുടെ സംയുക്ത ഫലമായിരിക്കും. ഇന്ന് WHO, ലോകാരോഗ്യ സംഘടനയും ആരോഗ്യ മേഖലയും അമിതവണ്ണത്തെ ഒരു രോഗമായാണ് കാണുന്നത്. അത് ഒബേസിറ്റി, അമിതവണ്ണം ഒരു രോഗമാണ്. അമിതവണ്ണത്തിന്റെയും കുടവയറിന്റെയും അടിസ്ഥാനം അമിതമായി വളരുന്ന ആഡിപ്പോസ് ടിഷ്യൂ, കൊഴുപ്പ് കലകൾ ആണ്. ശാസ്ത്രീയമായി നോക്കിയാൽ കൊഴുപ്പ് കലകൾ തൈറോയ്ഡ് ഗ്രന്ഥിയെയും പാൻക്രിയാസിനെയും പോലെ ഹോർമോണുകൾ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഗ്രന്ഥിയാണ്. ഒന്നല്ല, പലതരം ഹോർമോണുകൾ. അതായത് അമിതവണ്ണത്തെ കുടവയറിനെ അമിതമായി വളരുന്ന ഒരു ഹോർമോൺ ഗ്രന്ഥിയായി വേണം കാണാൻ. ഈ അമിതമായി വളരുന്ന ഹോർമോൺ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങളിൽ നിന്നാണ് പല രോഗങ്ങളുടെയും തുടക്കം എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ദുർമേധസ്സിനെ, കുടവയറിനെ മദർ ഓഫ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും അമ്മ എന്ന് വിളിക്കാം. അതായത് ഗർഭം പൂർണ്ണതയിൽ എത്തുമ്പോൾ ഒരു കുഞ്ഞു ജനിക്കുന്നു. എന്നാൽ കുടവയർ കൂടുന്നതനുസരിച്ച് പുതിയ പുതിയ രോഗങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കും. വണ്ണം കൂടാൻ തുടങ്ങുമ്പോൾ വയർ ആദ്യം വളരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ശരീരം അധികം ഊർജം സംഭരിക്കേണ്ടി വരുമ്പോൾ അതിന് ഏറ്റവും സുരക്ഷിതവും വേഗത്തിൽ ലഭ്യവുമായ സ്ഥലം വയറിനുള്ളിലാണ്. കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ, വാഹന ആശ്രിത ജീവിതം, ഓഫീസിൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യൽ, പലവട്ടം ചായയും പലഹാരവും, വൈകി ഉറങ്ങൽ, ഇതെല്ലാം ചേർന്ന് ഇൻസുലിൻ നിരന്തരം ഉയർന്ന നിലയിൽ നിൽക്കാനിടയാകുന്നു. ഇൻസുലിൻ ഉയർന്നാൽ ശരീരം കൊഴുപ്പ് സംഭരിക്കാൻ സജ്ജമാകും. അതിൻ്റെ ആദ്യ ദൃശ്യമാകുന്ന അടയാളമാണ് കുടവയർ. അതിനാൽ ഇത് ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, ഇത് ജൈവ സന്ദേശമാണ്. രോഗങ്ങളുടെ മുന്നോടിയാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. ശരീരത്തിൽ ആകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹോർമോൺ ഗ്രന്ഥിയാണ് കൊഴുപ്പ്. വിശപ്പിനെ നിയന്ത്രിക്കുന്ന ലെപ്റ്റിൻ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്ന അഡനോപെക്റ്റിൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്ന റെസിസ്റ്റിൻ തുടങ്ങി പല ഹോർമോണുകളും കൊഴുപ്പ് കോശങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ BP നിയന്ത്രിക്കുന്ന ആൻജിയോടെൻസിനോജൻ, ഇൻഫ്ലമേഷനെ നിയന്ത്രിക്കുന്ന അഡിപ്സിൻ, വിസ്ഫാറ്റിൻ തുടങ്ങിയ ഹോർമോണുകളും കൊഴുപ്പ് കോശങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്നു. ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞ് ഭാരം കൂടുമ്പോൾ ഒരു ഹോർമോൺ ഗ്രന്ഥി അമിതമായി വളരുന്നതായി വേണം കണക്കാക്കാൻ. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് കൊഴുപ്പിൽ നിന്നും പുറത്തു വരുന്ന ഈ ഹോർമോണുകൾക്ക് നമ്മളുടെ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുണ്ടെന്നാണ്. മുൻപ് കേരളത്തിലെ ജീവിതം ശരീരത്തെ സ്വാഭാവികമായി പ്രവർത്തിപ്പിച്ചിരുന്നു. ആളുകൾ നടന്നു, കൃഷി ചെയ്തു, കൈകൊണ്ട് ജോലി ചെയ്തു, നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. പേശികൾ സ്ഥിരമായി സജീവമായിരുന്നു. ഇന്ന് ജീവിതം വ്യത്യസ്തമാണ്. ഓഫീസ് കസേരകൾ, ലിഫ്റ്റുകൾ, കാറുകൾ, മിക്സി, വാഷിംഗ് മെഷീൻ, ട്രാക്ടർ, കൊയ്ത്ത് യന്ത്രം മുതൽ എല്ലാ മേഖലയിലും യന്ത്രവൽക്കരണം, കായികാധ്വാനം വേണ്ട. പഞ്ചസാര ചേർത്ത ചായയും ജ്യൂസും പലവട്ടം, ബേക്കറി ഉൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് ഭക്ഷണം, ഇതൊക്കെ ചേർന്ന് രക്തത്തിലെ ഷുഗറും കൊഴുപ്പും ഉയരുന്നു. അതിന് പ്രതികരിച്ച് ഇൻസുലിൻ ഉയരുന്നു. ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റി സംഭരിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതി മെറ്റബോളിക് വെല്ലുവിളികളും കൊണ്ടുവന്നു. സമ്പന്നതയോടൊപ്പം കായികാധ്വാനക്കുറവും പേശിക്കുറവും വന്നപ്പോൾ അമിതവണ്ണവും കുടവയറും കൊച്ചു കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഒരുപോലെ പടരുന്നു.
ഈ ദുർമേധസ് ഉണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ്. കുട്ടികളെയും ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒരുപോലെ രോഗികളാക്കുന്നു. കൊഴുപ്പ് രണ്ട് രീതിയിലായിരിക്കും. ചർമ്മത്തിൽ അടിയിലെ കൊഴുപ്പും ആന്തരികമായ കൊഴുപ്പും. ആന്തരികമായ വിസറൽ ഫാറ്റ് കരളിനും ആമാശയത്തിനും കുടൽ, കിഡ്നി, ലിവർ, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്കും ചുറ്റുമാണ് അടിഞ്ഞുകൂടുന്നത്. ഇത് വെറും സംഭരിച്ച ഊർജമല്ല, ഇത് സജീവമായ ഒരു അവയവം, ഹോർമോൺ ഗ്രന്ഥിയാണ്. ഇത് ഇൻഫ്ലമേറ്ററി കെമിക്കലുകൾ സൃഷ്ടിക്കുന്നു. ഇൻസുലിൻ പ്രതിപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ് നില ഉയർത്തുന്നു. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. കേരളത്തിൽ ഇന്ന് ഫാറ്റി ലിവർ വളരെ സാധാരണമാണ്. പലർക്കും ഭാരം വളരെ കൂടിയതായി തോന്നില്ല, പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നതായി കാണാം. വിസറൽ ഫാറ്റ് കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ ഉയരും. ഇൻഫ്ലമേഷൻ ഉയർന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അതോടെ പ്രമേഹ സാധ്യത ഉയരും. പ്രഷർ കൂടാൻ തുടങ്ങും. രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകൾ, ഹൃദയാഘാതം, പക്ഷാഘാതം, അങ്ങനെ പലതരം രോഗങ്ങളുടെയും തുടക്കം ശരീരത്തിലടിയുന്ന അമിത കൊഴുപ്പിൽ നിന്നാണ്. മനുഷ്യ ശരീരത്തിന് ഘടനാപരമായി പല അനുപാതങ്ങളുമുണ്ട്. ഘടനാപരമായി ഈ അനുപാതങ്ങൾ തെറ്റുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നു. കൊഴുപ്പടിഞ്ഞ് തൂക്കം കൂടുമ്പോൾ ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ തെറ്റുന്നു. കുടവയർ കൂടുന്നതോടെ ശരീരത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുന്നോട്ട് മാറുന്നു. പിന്നെ നട്ടല് അത് തിരുത്താനായി അമിതമായി വളയും. ഇത് ഡിസ്ക് തേയ്മാനത്തിനും പ്രൊലാപ്സിനും നടുവേദനയ്ക്കും കാരണമാകും. ഇങ്ങനെ ചെറിയ മാറ്റം വർഷങ്ങൾക്കുള്ളിൽ സ്ഥിരമായ വേദനകളിലേക്ക് നയിക്കും. കാൽമുട്ടിൽ സമ്മർദ്ദം കൂടും. ഇത് തേയ്മാനത്തിനും മുട്ടുവേദനയ്ക്കും പൂറ്റുവേദനയ്ക്കും ഒക്കെ കാരണമാകുന്നു. കൂടാതെ വയറിലും നെഞ്ചിലും അടിയുന്ന കൊഴുപ്പ് ഉള്ളിലെ രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും കാലിൽ ഞരമ്പ് തടിച്ച് വെരിക്കോസ് വെയിനുകൾക്ക് കാരണമാവുകയും ചെയ്യും. തൊണ്ടയിലും ശ്വാസനാളിക്ക് ചുറ്റും അടിയുന്ന കൊഴുപ്പാണ് കൂർക്കം വലിക്കും സ്ലീപ്പ് അപ്നിയയ്ക്കും കാരണമാകുന്നത്. വയറിലെ കൊഴുപ്പ് കൂടുമ്പോൾ വയറിനകത്തെ സമ്മർദ്ദം ഉയരും. ഈ സമ്മർദ്ദം ഡയഫ്രം എന്ന ശ്വാസപേശിയുടെ ചലനം കുറയ്ക്കുന്നു. ശ്വാസം ആഴത്തിൽ പോകാതെ നെഞ്ചിൽ മാത്രം നടക്കാൻ തുടങ്ങും. ആഴത്തിലുള്ള ശ്വാസം ഇല്ലാത്തപ്പോൾ ശരീരം കൂടുതൽ ജാഗ്രതാവസ്ഥയിൽ തുടരും. കോർട്ടിസോൾ ഉയരും. ഇത് ദീർഘകാലം തുടർന്നാൽ ക്ഷീണം, ഉത്കണ്ഠ, ഉറക്കക്കുറവ് എന്നിവയിലേക്ക് നയിക്കും. കൂടാതെ വയറിനകത്തെ സമ്മർദ്ദം ദഹനത്തെയും ബാധിക്കും. ഗ്യാസ്ട്രിക് റിഫ്ലക്സ്, വയറുവേദന, അമിത അസിഡിറ്റി എന്നിവ വർദ്ധിക്കും. അതായത് വയറിലെ അമിത കൊഴുപ്പ് ശരീരത്തിനകത്ത് സ്ഥിരമായ സമ്മർദ്ദാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇത് 3 തലങ്ങളിലായി മെറ്റബോളിക്, ഘടനാപരം, ഹോർമോണൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിയുന്നു എന്നതിൻ്റെ ആദ്യ ലക്ഷണം വയറ് പതുക്കെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങുന്നു എന്നതാണ്. തൂക്കം കൂടുന്നതനുസരിച്ച് അത് കുടവയറായി മാറുന്നു. ഒരേ പൊക്കവും തൂക്കവും ആണെങ്കിലും വ്യായാമവും കായികാധ്വാനവും കുറവുള്ളവരിൽ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും വയറിന്റെ ചുറ്റളവും കൂടുതലായിരിക്കും. പൊക്കത്തിനനുസരിച്ചാണ് ശരീരഭാരം ക്രമീകരിക്കേണ്ടത്. പാശ്ചാത്യരുടെ കണക്കനുസരിച്ച് അവർക്കാകാവുന്ന മാക്സിമം BMI 25 ആണ്. അത് ഏകദേശം പൊക്കത്തിൽ നിന്നും 100 കുറച്ചാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും. അതായത് 160 സെന്റിമീറ്റർ പൊക്കമുള്ള വ്യക്തിക്ക് 160 മൈനസ് 100 ഈക്വൽസ് 60 കിലോ. പക്ഷെ മലയാളിക്ക് മാക്സിമം ആകാവുന്ന BMI 23 ആണ്. കായികാധ്വാനം അധികമില്ലാത്തവരിൽ BMI 71 മുകളിലേക്ക് എത്തുമ്പോഴേക്കും കുടവയർ വന്നു തുടങ്ങും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ആകാവുന്ന ഉത്തമമായ തൂക്കം കണ്ടെത്താൻ പൊക്കത്തിൽ നിന്നും 110 കുറയ്ക്കുക, വയറിന്റെ ചുറ്റളവ് കണ്ടെത്താൻ പൊക്കത്തിൽ നിന്നും 90 കുറയ്ക്കുക. അതായത് 160 സെന്റിമീറ്റർ പൊക്കമുള്ള വ്യക്തിക്ക് ഏകദേശം 50 കിലോ തൂക്കവും വയറിന്റെ ചുറ്റളവ് 60 മുതൽ 70 സെന്റിമീറ്ററും ആയിരിക്കുന്നതാണ് ഉത്തമം. മസിൽ ബിൽഡിങ്ങിന് പ്രാധാന്യം കൊടുത്ത് 6 പാക്ക് ഒക്കെ ഉള്ളവർക്ക് 60 കിലോ വരെ തൂക്കമാകാം.
പക്ഷേ വയറിന്റെ ചുറ്റളവ് കൂടരുത്. 60 മുതൽ 70 സെന്റിമീറ്റർ ആയി നിലനിർത്തണം. അടുത്തതായി അമിതവണ്ണം രോഗങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെ എന്ന് നോക്കാം. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം മിച്ചം വരുന്ന അന്നജവും കൊഴുപ്പും അമിതമാവുകയും അത് തുടർച്ചയായി ശരീരത്തിൽ സംഭരിക്കാൻ ഇടയാക്കുന്നതുമാണ് അമിതവണ്ണത്തിന് കാരണം. ഇങ്ങനെ അമിതമായി സംഭരിക്കപ്പെടുന്ന കൊഴുപ്പ് ശരീരത്തിന്റെ ബാലൻസ് തെറ്റിക്കുന്നു. കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ശരീരത്തിലെ മൂലകങ്ങളുടെ അനുപാതം തെറ്റുന്നു. ശരീരത്തിലെ ജലാംശം കുറയുന്നു, ഓക്സിജൻ കുറയുന്നു, കാർബൺ കൂടുന്നു. ഇതുണ്ടാക്കുന്ന വ്യതിയാനം ശരീരവും പ്രകൃതിയുമായുള്ള ആശയവിനിമയത്തെയും ഗുരുത്വാകർഷണത്തെയും തെറ്റിക്കുന്നു. കൂടാതെ കൊഴുപ്പിൽ നിന്നും പുറത്തു വരുന്ന കെമിക്കലുകൾ ഹോർമോൺ ബാലൻസ് തെറ്റിക്കുന്നു. ശരീരത്തിലെ സൂക്ഷ്മതലത്തിൽ നടക്കുന്ന ഈ വ്യതിയാനങ്ങളാണ് കുടവയറും അമിതവണ്ണവും ഉള്ളവരിൽ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കൂടി വരാനുള്ള സാധ്യത കൂട്ടുന്നത്. കൊഴുപ്പിന്റെ അഥവാ എണ്ണയുടെ രാസനാമം ട്രൈഗ്ലിസറൈഡ് എന്നാണ്. മൃഗങ്ങളിലെ ട്രൈഗ്ലിസറൈഡിനെ കൊഴുപ്പെന്നും സസ്യങ്ങളിൽ നിന്നെടുക്കുന്ന ട്രൈഗ്ലിസറൈഡിനെ എണ്ണ എന്നും നമ്മൾ സാധാരണയായി പറയുന്നു. ഒരു ഗ്ലിസറിൻ മോളിക്യൂളിനോട് കൂടെ 3 ഫാറ്റി ആസിഡുകൾ കൂടി ചേർന്നാണ് കൊഴുപ്പ് ഉണ്ടാകുന്നത്. 4 തരം ഫാറ്റി ആസിഡുകൾ ആണ് കൊഴുപ്പിൽ കാണുന്നത്: omega-3, omega-6, omega-9, സാച്ചുറേറ്റഡ് ഫാറ്റ്. ഇതിൽ omega-9ഉം സാച്ചുറേറ്റഡ് ഫാറ്റും ശരീരത്തിന് സ്വയം ഉണ്ടാക്കാനാകും. omega-3യും omega-6ഉം വിറ്റാമിനുകളെ പോലെയാണ്, ശരീരത്തിന് ഉണ്ടാക്കാനാവില്ല, ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്നു. ഈ omega-3 ഫാറ്റും omega-6 ഫാറ്റുമാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത്. ജനിതകപരമായി നോക്കിയാൽ omega-3 ഫാറ്റും omega-6 ഫാറ്റും 1:1 എന്ന അനുപാതത്തിലായിരിക്കുമ്പോഴാണ് ശരീരത്തിന് ഉത്തമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 2 വിഭാഗങ്ങളാണുള്ളത്: ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധവും ആന്റി ഇൻഫ്ലമേഷൻ അഥവാ ഹീലിംഗും. omega-6 ഇൻഫ്ലമേഷനെ ശക്തിപ്പെടുത്തും. omega-3 ആന്റി ഇൻഫ്ലമേഷൻ അഥവാ ഹീലിംഗിനെ, രോഗമുക്തിയെ ശക്തിപ്പെടുത്തും. omega-3 ഫാറ്റും omega-6 ഫാറ്റും 1:1 എന്ന അനുപാതത്തിലായിരിക്കുമ്പോഴാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാൻ സാധിക്കുക. ഇന്നത്തെ ഭക്ഷണത്തിൽ omega-3 തീരെ കുറവും omega-6 വളരെ കൂടുതലും കാണുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. omega-6 കൂടുതലുള്ള കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്ത, നിലക്കടല തുടങ്ങിയ നട്ട്സും സൺഫ്ലവർ ഓയിൽ പോലുള്ള സസ്യ എണ്ണകളുടെ അമിതമായ ഉപയോഗവുമാണ് omega-3-6 ബാലൻസ് തെറ്റാൻ കാരണം. ഒപ്പം തന്നെ തവിട് കളഞ്ഞ ധാന്യങ്ങളുടെ ഉപയോഗവും ഇലക്കറികളുടെ കുറവും ഭക്ഷണത്തിലെ omega-3യുടെ അളവ് തീരെ കുറയ്ക്കുന്നു. നാം ഇന്ന് കാണുന്ന പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം, ആസ്മ, അലർജി, ആർത്രൈറ്റിസ്, സോറിയാസിസ് തുടങ്ങിയ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവയെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ശരീരത്തിൽ അടിയുന്ന അമിത കൊഴുപ്പും കൊഴുപ്പിലെ omega-3-6 ബാലൻസ് തെറ്റുന്നതുമാണ് ഈ രോഗങ്ങൾ കൂടാനുള്ള ഒരു പ്രധാന കാരണം. വയറിൽ കൊഴുപ്പ് വളരുന്നത് ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അത് ഒരു ജൈവ ചക്രത്തിന്റെ ഫലമാണ്. നാം പലവട്ടം കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് ഉയരും. അതിനോട് പ്രതികരിച്ച് ഇൻസുലിൻ ഉയരും. ഇൻസുലിന്റെ പ്രധാന ജോലി ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. ഇൻസുലിൻ ഒരു കൊഴുപ്പ് സംഭരണ ഹോർമോണുമാണ്. ഇത് ശരീരത്തോട് ഊർജം സംഭരിക്കുക എന്ന് പറയുന്നു. ഇത് പലവട്ടം ആവർത്തിക്കുമ്പോൾ ഇൻസുലിൻ സ്ഥിരമായി ഉയർന്ന നിലയിൽ തുടരും. ഇൻസുലിൻ ഉയർന്നാൽ കൊഴുപ്പ് കത്തിക്കുന്ന പ്രക്രിയ, ഫാറ്റ് ഓക്സിഡേഷൻ, കുറയും. ശരീരം സംഭരണ മോഡിൽ തുടരും. വയറിനോട് ചേർന്ന് വിസറൽ ഫാറ്റ് കൂടുമ്പോൾ അത് ഇൻഫ്ലമേറ്ററി സിഗ്നലുകൾ സൃഷ്ടിക്കുന്നു. ഈ ഇൻഫ്ലമേഷൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരേ ഗ്ലൂക്കോസിന് ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതായി വരും. ഇത് ഒരു ദോഷചക്രമാകുന്നു. ഇൻസുലിൻ കൂടുന്നു, കൊഴുപ്പ് കൂടുന്നു, ഇൻഫ്ലമേഷൻ കൂടുന്നു,
ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു. ഇൻസുലിൻ വീണ്ടും കൂടി ഹൈപ്പർ ഇൻസുലിനീമിയയിലെത്തുന്നു. ഇതോടൊപ്പം കായികാധ്വാനം കുറയുമ്പോൾ, പേശിബലം കുറയുമ്പോൾ ഗ്ലൂക്കോസ് ഉപയോഗം കുറയും. ഇത് ഇൻസുലിൻ കൂടുതൽ സമയം ഉയർന്ന നിലയിൽ തുടരാൻ ഇടയാക്കും. അതിനാൽ വണ്ണം കൂടുന്നത് വെറും ഭക്ഷണത്തിന്റെ ഫലമല്ല, ഇത് ഇൻസുലിൻ നിയന്ത്രണത്തിലെ അസന്തുലിതാവസ്ഥയുടെ ദൃശ്യരൂപമാണ്. ഈ പ്രക്രിയ തുടരാൻ അനുവദിച്ചാൽ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളുമായി മാറും. കേരളം വിദ്യാഭ്യാസത്തിലും ബോധവൽക്കരണത്തിലും മുന്നിലാണ്. പക്ഷേ അതോടൊപ്പം മത്സരം, പ്രതീക്ഷ, തൊഴിലനിശ്ചിതത്വം, വിദേശ ജീവിത സമ്മർദ്ദം എന്നിവയും കൂടിയിട്ടുണ്ട്. മാനസിക സമ്മർദ്ദം സ്ഥിരമായി തുടരുമ്പോൾ കോർട്ടിസോൾ എന്ന സ്റ്റിറോയിഡ് ഹോർമോൺ ഉയരും. കോർട്ടിസോൾ ശരീരത്തെ ജാഗ്രതാവസ്ഥയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. പക്ഷെ ദീർഘകാലം ഉയർന്ന നിലയിൽ തുടർന്നാൽ അത് പേശികളെയും അസ്ഥികളെയും നശിപ്പിക്കും. കൂടാതെ വയറിനോട് ചേർന്ന് കൊഴുപ്പ് സംഭരിക്കാൻ സഹായിക്കും. സ്ട്രെസ് പ്ലസ് ഇൻസുലിൻ ചേർന്നാൽ തൂക്കം കൂടുന്നത് വേഗത്തിലാവും. രാത്രി ഉറക്കം കുറയുമ്പോൾ കോർട്ടിസോൾ രാവിലെ ശരിയായ രീതിയിൽ താഴുകയില്ല. അപ്പോൾ ശരീരം ദിവസം മുഴുവൻ അല്പം സ്ട്രെസ് നിലയിൽ തുടരും. ഇതോടെ രക്തത്തിലെ ഗ്ലൂക്കോസ് ഉയരും, വീണ്ടും ഇൻസുലിൻ ഉയരും. അതിനാൽ അമിതവണ്ണം പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിന്റെ ശാരീരിക പ്രതിഫലനമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ബയോളജിക്കൽ സമ്മർദ്ദ സൂചികയാകാം. പലർക്കും തൂക്കം നോക്കുമ്പോൾ കുഴപ്പം തോന്നില്ല. എൻ്റെ BMI ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ BMI എല്ലായ്പ്പോഴും മെറ്റബോളിക് ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കണമെന്നില്ല. ഒരാൾക്ക് BMI നോർമൽ ആകാം, പക്ഷെ വയറളവ് കൂടിയിരിക്കും. ഇത് മെറ്റബോളിക്കലി ഒബീസ് നോർമൽ വെയിറ്റ് എന്ന അവസ്ഥയായി വിശേഷിപ്പിക്കപ്പെടുന്നു. വയറളവ് ഹൃദ്രോഗം, പ്രമേഹം, ഫാറ്റി ലിവർ എന്നിവയുടെ ശക്തമായ പ്രവചനമാണ്. കാരണം വിസറൽ ഫാറ്റ് നേരിട്ട് ഇൻഫ്ലമേഷൻ സൃഷ്ടിക്കുന്നു, രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, രക്തസമ്മർദ്ദം ഉയർത്തുന്നു. അതിനാൽ വയറിന്റെ ചുറ്റളവ് എടുക്കാനുള്ള മീറ്റർ ടേപ്പ് പലപ്പോഴും വെയിങ് സ്കെയിലിനേക്കാൾ കൂടുതൽ സത്യസന്ധമാണ്. വയറിന്റെ അളവ് ഒരു പ്രാരംഭ ജൈവ മുന്നറിയിപ്പാണ്, അതിനെ അവഗണിക്കരുത്. മുന്നോട്ട് നീങ്ങുന്ന വയർ ശരീരത്തിന്റെ ഘടനയെ മാറ്റുമ്പോൾ നട്ടെല്ലിലെയും കാലിലെയും പേശികൾ സ്ഥിരമായി സമ്മർദ്ദത്തിലാവും. കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരും. കൂടാതെ സിമ്പത്തറ്റിക് നാഡി പ്രവർത്തനം ഉയർന്നാൽ ശരീരം വിശ്രമ മോഡിലേക്ക് മാറാൻ ബുദ്ധിമുട്ടും. ഉറക്കം ഗുണമേന്മയില്ലാത്തതാകും, ദഹനം കുറയും, പേശി പുനരുദ്ധാരണം കുറയും. ഇതോടെ സ്ഥിരമായി ക്ഷീണം അനുഭവപ്പെടും. ക്ഷീണം കൂടുമ്പോൾ പ്രവർത്തനം കുറയും. പ്രവർത്തനം കുറയുമ്പോൾ പേശികൾ ശോഷിക്കും. പേശി കുറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. ഇങ്ങനെ ഘടനാപരവും ഹോർമോണലുമായ സമ്മർദ്ദം ഒരു ഊർജക്ഷയ ചക്രം സൃഷ്ടിക്കുന്നു. കൊടുവയറും അമിതവണ്ണവും അതിന് ദൃശ്യമാകുന്ന ഭാഗം മാത്രമാണ്. ഇത് നട്ടെല്ലിലെ ഡിസ്കുകളുടെ തേയ്മാനത്തിനും ഇടുപ്പിലെയും മുട്ടിലെയും പാദത്തിലെയും സന്ധികളുടെയും അസ്ഥികളുടെയും തേയ്മാനത്തിനും കാരണമാകും. കാലക്രമത്തിൽ തേയ്മാനവും വേദനയും കൂടുമ്പോഴാണ് മുട്ട് മാറ്റിവയ്ക്കാൻ നിർബന്ധിതരാകുന്നത്. ശരിയായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അമിതവണ്ണം കുറച്ചാൽ ഒട്ടുമിക്ക മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. ഈ ചോദ്യം പലരും ചോദിക്കും, ഡോക്ടറെ, ഇത് മാറുമോ? വയറ് കുറയുമോ? മാറും. പക്ഷെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. വിസറൽ ഫാറ്റ് വെറും സംഭരിച്ച കൊഴുപ്പ് മാത്രമല്ല, അത് ജൈവമായി സജീവമാണ്. അതുകൊണ്ട് തന്നെ അത് അപകടകരവുമാണ്. എന്നാൽ അതേസമയം അത് പ്രതികരിക്കാവുന്നതുമാണ്. വിസറൽ ഫാറ്റ് കൂടുന്നത് ഒരു ഹോർമോൺ വ്യവസ്ഥയുടെ ഫലമാണ്. ഇൻസുലിൻ സ്ഥിരമായി ഉയർന്നാൽ കൊഴുപ്പ് സംഭരണം നടക്കും. അതിനാൽ ആദ്യം വേണ്ടത് ഇൻസുലിൻ സ്ഥിരപ്പെടുത്തലാണ്. ഭക്ഷണക്രമം ശരിയാക്കുക, ഇടവേളകൾ അനുവദിക്കുക, അമിത കാർബോഹൈഡ്രേറ്റ് ആവർത്തനം കുറയ്ക്കുക. ഇതിലൂടെ ഇൻസുലിൻ താഴാൻ തുടങ്ങും. ഇൻസുലിൻ താഴുമ്പോൾ ശരീരം സംഭരണ മോഡിൽ നിന്ന് കത്തിക്കൽ മോഡിലേക്ക് മാറും. അടുത്ത പ്രധാന ഘടകം പേശിയാണ്. പേശി കൂടുമ്പോൾ ഗ്ലൂക്കോസ് ഉപയോഗശേഷി ഉയരും. ശരീരം അധിക ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല. പേശി ശരീരത്തിന്റെ മെറ്റബോളിക് എഞ്ചിനാണ്. അതിനാൽ പേശി പുനർനിർമ്മാണം നടന്നാൽ വയറിലെ കൊഴുപ്പ് കുറയാൻ തുടങ്ങും.
ഉറക്കവും അത്രമേൽ നിർണായകമാണ്. ഗുണമേന്മയുള്ള ഉറക്കം കോർട്ടിസോൾ കുറയ്ക്കും. കോർട്ടിസോൾ കുറഞ്ഞാൽ കേന്ദ്ര കൊഴുപ്പ് സംഭരണം കുറയും. ശ്വാസപരിശീലനം, സ്ട്രെസ് നിയന്ത്രണം എന്നിവ ചേർന്നാൽ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നിലയിൽ നിന്ന് റിസ്റ്റോർ ആൻഡ് റിപ്പയർ നിലയിലേക്ക് മാറും. വയർ കുറയുമ്പോൾ വെറും അളവ് മാത്രമല്ല മാറുന്നത്, ശ്വാസം ആഴത്തിലാകും, ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടും, പുറം വേദന കുറയും, ഉന്മേഷം കൂടും, ഭക്ഷണത്തോടുള്ള ക്രേവിംഗ് കുറയും. തൂക്കം കുറയ്ക്കാനായി ശ്രമിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൊഴുപ്പ് മാത്രമേ കുറയ്ക്കാവൂ, മസിലും ബോണും കുറയാതെ നോക്കണം. ഭക്ഷണത്തിലെ അന്നജവും കൊഴുപ്പും കുറയണം, പക്ഷേ വിറ്റാമിനുകളും മിനറലുകളും പ്രോട്ടീനും ഫൈബറും വെള്ളവും ഓക്സിജനും ഒക്കെ ഉത്തമമായ അളവിൽ ശരീരത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. രണ്ടാമതായി, കായിക പ്രവൃത്തികൾ കൂട്ടുക. കെമിക്കലി കൊഴുപ്പെന്നാൽ കാർബണും ഹൈഡ്രജനും ചേർന്ന ഹൈഡ്രോ കാർബൺ ആണ്. അതിനെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഊർജമാക്കി മാറ്റാനാണ് സംഭരിക്കുന്നത്. ഒരിക്കൽ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞാൽ അതിനെ കായികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജമായി മാറുന്നു. കൊഴുപ്പ് ശ്വാസത്തിലെ ഓക്സിജനുമായി ചേരുമ്പോൾ ഊർജവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉച്ഛ്വാസവായുവിലൂടെ പുറത്തു പോകുന്നത്. അതായത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കണമെങ്കിൽ അതിനായി പേശികളെ പ്രവർത്തിപ്പിക്കണം. നമ്മൾ കായിക പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കൊഴുപ്പ് കുറയുക മാത്രമല്ല, മസിലും ബോണും ശക്തിപ്പെടുകയും ചെയ്യും. പേശികളുടെയും അസ്ഥികളുടെയും അളവാണ് ശരീരത്തിന്റെ ആരോഗ്യവും പ്രതിരോധശേഷിയും ശക്തിയും തീരുമാനിക്കുന്നത്. അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഭക്ഷണം എങ്ങനെ വേണം? കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള അരി, ഗോതമ്പ്, മില്ലറ്റ് തുടങ്ങിയ ധാന്യങ്ങളും മധുരവും കിഴങ്ങുവർഗ്ഗങ്ങളും കഴിവതും ഒഴിവാക്കുക. ഒപ്പം തന്നെ കൊഴുപ്പിന്റെ അളവ് കൂടുതലുള്ള കശുവണ്ടി, നിലക്കടല, ബദാം, തേങ്ങ തുടങ്ങിയ നട്ട്സുകളും കഴിവതും ഒഴിവാക്കുക. എണ്ണയിൽ വറുത്ത വസ്തുക്കളും പാചക എണ്ണയുടെ ഉപയോഗവും കുറയ്ക്കുക. അപ്പോൾ എന്താണ് കഴിക്കുക എന്നതാണ് ചോദ്യം. ചെറുപയറ്, കടല തുടങ്ങിയ പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും ആകണം പ്രധാന ഭക്ഷണം. കൂടുതൽ ജലാംശം അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും മാംസാഹാരം കഴിക്കുന്നവർക്ക് ഇറച്ചി, മീൻ, മുട്ട എന്നിവയും മിതമായ അളവിൽ കഴിക്കാം. എണ്ണയുടെ ഉപയോഗം കഴിവതും 10 മില്ലിയാക്കി കുറയ്ക്കുക. കനോല ഓയിൽ, ഒലിവ് ഓയിൽ, നെയ്യ്, വെളിച്ചെണ്ണ ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. ഭക്ഷണ ക്രമീകരണത്തിനൊപ്പം കായിക പ്രവർത്തനങ്ങൾ കൂട്ടാനും ശ്രദ്ധിക്കണം. അടുത്തതായി, ഏത് തരം വ്യായാമമാണോ ഉത്തമമെന്ന് നോക്കാം. യോഗ, നടത്തം, സ്വിമ്മിങ്, സൈക്ലിംഗ് തുടങ്ങി ഏത് വ്യായാമവും അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ കാലിന് വേദന, പ്രത്യേകിച്ചും മുട്ടു തേയ്മാനമുള്ളവർ കാലിനും മുട്ടിനും ആയാസം ഉണ്ടാക്കുന്ന നടപ്പ് പോലുള്ള വ്യായാമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന വ്യായാമങ്ങൾ ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 650 പേശികളും 230 അസ്ഥികളും സന്ധികളുമാണുള്ളത്. ഈ 650 പേശികളെയും 230 അസ്ഥികളെയും സന്ധികളെയും ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ വ്യായാമം ചെയ്യുമ്പോഴാണ് വ്യായാമം ഉത്തമമാകുന്നത്. വ്യായാമം ചെയ്യുമ്പോൾ ഒരു ശരീരഭാഗത്തിനും അമിതമായ സ്ട്രെസ്സോ തേയ്മാനമോ ഉണ്ടാകാതെ നോക്കാനും ശ്രദ്ധിക്കണം. വ്യായാമത്തിനിടയിൽ കൊഴിഞ്ഞു വീണുള്ള മരണവാർത്ത സാധാരണമാകുന്ന ഈ കാലത്ത് അത്തരം അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പേശികളെയും കൂടി ഒന്നിച്ച് ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കാതെ ഓരോ ശരീരഭാഗങ്ങളെയും മാറി മാറി ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുക. ഹൃദയത്തെ അമിതമായി സ്ട്രെസ് ചെയ്യാത്ത രീതിയിൽ മിതമായി വേണം ചെയ്യാൻ. അമിതമായി കിതപ്പോ നെഞ്ചിൽ പിടുത്തമോ തോന്നിയാൽ അപ്പോൾ തന്നെ ചെയ്യുന്നത് നിർത്തുക. അസ്വസ്ഥത മാറുന്നത് വരെ റെസ്റ്റ് എടുക്കുക. ശ്വാസം നീട്ടിയെടുക്കാനും വിടാനും ശ്രദ്ധിക്കുക. ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് സംശയം തോന്നിയാൽ മെഡിക്കൽ സഹായം തേടണം. ECG ടെസ്റ്റും ട്രോപ്പോണിൻ ടെസ്റ്റും നോക്കി ഹൃദയാരോഗ്യം ഉറപ്പുവരുത്തണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ തരികയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ വ്യക്തി ആരായാലും അവരുടെ ശാസ്ത്രീയമായ അടിത്തറ
പഠനവും സ്പെഷ്യൽ ട്രെയിനിങ്ങുകളും എവിടെയൊക്കെ ആയിരുന്നു, പ്രവൃത്തി പരിചയം തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാകണം ഉപദേശങ്ങളും ചികിത്സയും സ്വീകരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിപ്ലോമയും MD-യും അതിനുശേഷം റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും പ്രത്യേകം ട്രെയിനിങ്ങുകൾ. 1993 ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. പിന്നീട് രാജിവെച്ച് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. 1997 മുതൽ എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്റർ ഫോർ റിവേഴ്സിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൺസൾട്ടന്റായി പ്രാക്ടീസ് ചെയ്യുന്നു. റിവേഴ്സിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് അമിതവണ്ണവും പ്രഷറും ഷുഗറും ഹൃദ്രോഗവും അലർജിയും ആർത്രൈറ്റിസും സോറിയാസിസും ക്യാൻസറും പോലുള്ള ജീവിതശൈലി രോഗങ്ങളെ ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മരുന്നുകളും ശസ്ത്രക്രിയകളും കഴിവതും ഒഴിവാക്കി തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഒന്നുമില്ല. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത CSLC ക്യാപ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ എന്ന ജീവിതശൈലി ക്രമീകരണ രീതിയാണ് ഇതിൽ പിന്തുടരുന്നത്. പലതരം ജീവിതശൈലി രോഗങ്ങൾക്കായി വർഷങ്ങളായി മരുന്ന് കഴിച്ചിരുന്നവർക്ക് പോലും ശാസ്ത്ര പിന്തുണയോടെ ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും പലതരം മരുന്നുകളിൽ നിന്നും പലതരം രോഗങ്ങളിൽ നിന്നും ഒരേ സമയം ചുരുങ്ങിയ കാലയളവിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ മോചനം നേടാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ ചികിത്സാനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഈ ചികിത്സാരീതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലൈഫ് കെയർ സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ ചാനലിലെ മറ്റു വീഡിയോകളിലും ലഭ്യമാണ്. ജീവിതശൈലി രോഗങ്ങളുടെ യഥാർത്ഥ മരുന്ന് ജീവിതശൈലി ക്രമീകരണമാണ്, മരുന്നോ ഓപ്പറേഷനോ അല്ല എന്ന അറിവ് അവബോധം എല്ലാവരിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ജീവിതശൈലി തിരുത്താൻ ക്ലിനിക്കൽ ഗൈഡൻസ്, ക്ലിനിക്കൽ സപ്പോർട്ടിന്റെ ആവശ്യം എന്താണ്? പലരും സ്വന്തമായി ജീവിതശൈലി മാറ്റാൻ ശ്രമിക്കും. ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും. പരാജയപ്പെടുന്നവരാണ് രോഗികളായി മാറുന്നത്. അവർ ശ്രമിക്കും, പക്ഷെ സാധിക്കാതെ പോകുന്നു. മരുന്നുകളും ഓപ്പറേഷനുകളുമായി രോഗിയായി തുടരും. മനുഷ്യ ശരീരം സങ്കീർണമാണ് എന്നതാണ് പ്രശ്നം. മരുന്നുകൾ സങ്കീർണത കൂട്ടും. മരുന്നുകൾ കഴിക്കുന്നവർക്ക് ജീവിതശൈലി തിരുത്തലിലൂടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് മരുന്നുകൾ കുറയ്ക്കാൻ വേണ്ട ക്ലിനിക്കൽ ഗൈഡൻസ് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ രോഗവും ഓരോ ജീവിതശൈലി വ്യതിയാനവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായി പെരുമാറുന്നു. വിവിധ ഘട്ടങ്ങളിൽ ഗ്ലൂക്കോസ് അളവ് വ്യത്യസ്തമായി പെരുമാറുന്നു. സമ്മർദ്ദം, ഉറക്കം, ഹോർമോൺ പാറ്റേണുകൾ എന്നിവ അനുസരിച്ച് BP വ്യത്യസ്തമായി പെരുമാറുന്നു. മെറ്റബോളിസം, ഗട്ട് ഹെൽത്ത്, കുടലിലെ ആരോഗ്യം അനുസരിച്ച് തൂക്കം വ്യത്യാസപ്പെടുന്നു. ശാസ്ത്രീയമായ വിലയിരുത്തലില്ലാതെ, സപ്പോർട്ടില്ലാതെ ജീവിതശൈലി ക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നത് സാധാരണമാണ്. ആളുകൾ പലപ്പോഴും തെറ്റായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു. പരാജയപ്പെട്ട് അമിതവണ്ണവും കുടവയറും വേദനകളും അസ്വസ്ഥതകളും രോഗങ്ങളുമായി കഷ്ടപ്പെടുന്നു. CSLC ക്യാപ് സമീപനം വെറും ഭാരം കുറയ്ക്കലല്ല, അത് ജൈവ പുനഃസ്ഥാപനമാണ്. ഇൻസുലിൻ സ്ഥിരപ്പെടുത്തൽ, പേശി വർദ്ധിപ്പിക്കൽ, ശ്വാസപരിശീലനം, ഉറക്കക്രമം ശരിയാക്കൽ, സ്ട്രെസ് നിയന്ത്രണം, ലിവർ ഫാറ്റ് കുറയ്ക്കൽ ഇവയെ ഓരോന്നായിട്ടല്ല, സമഗ്രമായി ഒന്നിച്ച് നേരിടുന്നു. കാരണം ദുർമേധസ്സും കുടവയറും ഒരു ബഹുമുഖ പ്രശ്നമാണ്. വയറളവ്, ബോഡി കോമ്പോസിഷൻ, മെറ്റബോളിക് മാർക്കറുകൾ, ഇൻഫ്ലമേഷൻ നില എല്ലാം വിലയിരുത്തുന്നു. പേശി വർദ്ധിക്കുമ്പോൾ ഗ്ലൂക്കോസ് ഉപയോഗശേഷി മെച്ചപ്പെടും, ഇൻസുലിൻ താഴും, കൊഴുപ്പ് കത്തിക്കൽ വർദ്ധിക്കും, ശ്വാസം ആഴത്തിലാവും, സ്ട്രെസ് കുറയും, ശരീരം വീണ്ടും ബാലൻസിലേക്ക് മടങ്ങും. ചികിത്സ പ്രധാനമാണ്. കുടവയർ കുറയുന്നത് ഒരു കോസ്മെറ്റിക് വിജയമല്ല, അത് ജൈവ വിജയമാണ്. CSLC ക്യാപ് ജീവിതശൈലി തിരുത്തൽ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ്, ശരിയായ മാർഗനിർദ്ദേശത്തോടെ. നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ ചെയ്യാൻ കഴിയുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചാണ്. ശരീരത്തെ അതിൻ്റെ സ്വാഭാവിക ക്ലോക്കുമായി യോജിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. തിരക്കുള്ള ജീവിതത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഘടനാപരമായ പ്ലാൻ നിങ്ങൾ നടപ്പാക്കുന്നതിനെ കുറിച്ചാണ്.
രോഗാതുരമായ ശരീരം നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ സഹകരണം കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. ജീവിതശൈലി ക്രമീകരിക്കുമ്പോൾ ക്ലിനിക്കൽ പിന്തുണ ശാസ്ത്രീയമായ വ്യക്തത നൽകുന്നു. അത് സുരക്ഷ നൽകുന്നു. നിങ്ങളുടെ പുരോഗതി നിരീക്ഷിച്ച് പ്ലാൻ ക്രമീകരിക്കാൻ ഇത് ക്ലിനിക്കൽ ടീമിനെ അനുവദിക്കുന്നു. അതുവഴി നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കി ക്രമീകരണങ്ങൾ നടത്തുന്നു. ഏറ്റവും പ്രധാനമായി മരുന്നുകൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ നിർത്താനോ കഴിയുന്ന സമയം തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. അത് പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല, കർശനമായ മെഡിക്കൽ പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ. ശരീരം നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ, ഷുഗർ സ്ഥിരമാകുമ്പോൾ, കരൾ സുഖം പ്രാപിക്കുമ്പോൾ, BP സാധാരണ നിലയിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശരീരത്തിന് അതേ അളവിലുള്ള മരുന്നുകൾ ആവശ്യമില്ലെന്ന്. അതാണ് മരുന്നുകൾ കുറയ്ക്കുന്നതിനുള്ള ശരിയായ ശാസ്ത്രീയമായ ഉത്തരവാദിത്തമുള്ള മാർഗം. അതെ, പലർക്കും അതിന് കഴിയുന്നുണ്ട്. ഇത് മാജിക്കല്ല, കുറുക്കുവഴികൾ കൊണ്ടുമല്ല, മറിച്ച് സ്വന്തം ശരീരത്തെ ശരിയായ രീതിയിൽ നയിച്ചുകൊണ്ട്. അടുത്തതായി, എന്താണ് CSLC CAP, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നതാണ്. ഇതിൽ ആദ്യഘട്ടം ശരീരത്തിന്റെ ഘടനയും കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ്. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്നതും ചേരാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങൾ. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആർത്രൈറ്റിസും പോലുള്ള ഒട്ടുമിക്ക രോഗികൾക്കും വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ ഒട്ടുമിക്ക മരുന്നുകളും 1 മാസത്തിനുള്ളിൽ കുറച്ചു കൊണ്ടുവരാനും നിർത്താനും ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും കഴിയുന്നതായാണ് കാണുന്നത്. ക്യാൻസർ സാധ്യത പരിശോധനകളിലൂടെ നേരത്തെ പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ തന്നെ കണ്ടെത്താനും ടെക്നോളജിക്കൽ സപ്പോർട്ടോടെ ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ക്യാൻസറിൽ എത്തുന്നത് തടയാനും ജീവിതശൈലി ക്രമീകരണത്തിലൂടെ കഴിയും. ക്യാൻസർ ചികിത്സാകാലത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ചികിത്സയ്ക്ക് ശേഷം രോഗം വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കാനും CSLC CAP രീതി സഹായിക്കും. അടുത്തതായി, ഈ ചികിത്സാ രീതിയുടെ CSLC CAPന്റെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്ന് നോക്കാം. ക്ലിനിക്കൽ സൂപ്പർവിഷനോടെയും സപ്പോർട്ടോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തെ പുതുക്കിപ്പണിത് ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഇതിൽ ഊന്നൽ നൽകുന്നത്. ഒന്ന്, ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ എല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിന് ലഭിക്കുന്നു എന്നുറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2, വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3, ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അമിതവണ്ണവും പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറുമൊക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം
ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ ശാശ്വതമായ പരിഹാരം ശാസ്ത്രീയമായ ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണമാണ്. അടുത്തതായി, അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് CSLC ക്യാപ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എത്ര പ്രയോജനം ലഭിക്കും എന്നതാണ്. അമിതഭാരമുള്ള ഒട്ടുമിക്ക രോഗികൾക്കും ശരീരത്തിന്റെ 15% മുതൽ 20% വരെ 3 മാസത്തിനുള്ളിൽ കുറയ്ക്കാൻ കഴിയുന്നതായാണ് കാണുന്നത്. നല്ല കൃത്യതയോടെ പ്രോട്ടോകോൾ പിന്തുടരുന്ന രോഗികൾക്ക് ആദ്യ മാസം തന്നെ ശരീരഭാരത്തിന്റെ 10%-ഓളം കുറയ്ക്കാൻ കഴിയാറുണ്ട്. അതായത് 100 കിലോ തൂക്കമുള്ള വ്യക്തിക്ക് സാമാന്യ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ 85 കിലോയിൽ താഴെ എത്തിക്കാനാവും. നന്നായി ശ്രമിച്ചാൽ 80 കിലോയിലും എത്താം. ആനുപാതികമായുള്ള കുറവ് വയറിന്റെ ചുറ്റളവിലും ഉണ്ടാകും. 1 കിലോ തൂക്കം കുറയുമ്പോൾ വയറിന്റെ ചുറ്റളവ് ഏകദേശം 1 സെന്റിമീറ്റർ കുറയുന്നതായാണ് കാണുന്നത്. 1 മാസം ആകുമ്പോഴേക്കും ടൈറ്റ്നസ് മൂലം ഇടാനാകാതെ ഇരുന്ന ഡ്രസ്സുകൾ ഇടാൻ പാകമാകും. 2 മാസം ആകുമ്പോഴേക്കും ഡ്രസ്സ് ഓർഡർ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരാം. 3 മാസം ആകുമ്പോഴേക്കും പുതിയ അളവിലുള്ള ഡ്രസ്സ് മേടിക്കേണ്ടി വരും. അമിതവണ്ണത്തിനൊപ്പം ടൈപ്പ് 2 പ്രമേഹവും കൂടി ഉള്ളവർക്ക് CSLC ക്യാപ് തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ഇൻസുലിനും പ്രമേഹ മരുന്നുകളും നിർത്താം. 12 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല കൃത്യതയോടെ പ്രോട്ടോകോൾ പിന്തുടരുന്ന രോഗികൾക്ക് മിക്കവാറും മരുന്നില്ലാതെ തന്നെ ഷുഗർ കൺട്രോളിൽ ആകുന്നതായാണ് കാണുന്നത്. 8ാമത്തെ ദിവസത്തെ ഫോളോ അപ്പ് ആകുമ്പോഴേക്കും മിക്കവരിലും HbA1c കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. BP മരുന്ന് കഴിക്കുന്നവർ ദിവസവും 4 നേരം BP ചെക്ക് ചെയ്ത് BP കുറയുന്നതനുസരിച്ച് മരുന്നുകളുടെ എണ്ണവും ഡോസും കുറച്ചു കൊണ്ടുവരാം. കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർക്ക് എല്ലാ ആഴ്ചയും ടെസ്റ്റ് നടത്തി ഡോസ് കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആർത്രൈറ്റിസും സോറിയാസിസും പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്കായി സ്റ്റിറോയിഡ് മരുന്നുകളും ഇമ്മ്യൂണോസപ്രസൻ മരുന്നുകളും കഴിക്കുന്നവർക്ക് അസ്വസ്ഥതകൾ കുറയുന്നതനുസരിച്ച് ഡോസ് പതുക്കെ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഹൃദ്രോഗത്തിനായി മരുന്ന് കഴിക്കുന്നവർക്കും കാർഡിയാക് മാർക്കേഴ്സ് കുറഞ്ഞു വരുന്നതനുസരിച്ച് മരുന്നുകൾ പതുക്കെ കുറയ്ക്കുകയാണ് ചെയ്യുക. മിക്ക രോഗികൾക്കും 1-2 മാസത്തിനുള്ളിൽ തന്നെ ഒട്ടുമിക്ക മരുന്നുകളും കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ കഴിയാറുണ്ട്. ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ്, മുട്ടുമാറ്റിവയ്ക്കൽ, വെരിക്കോസ് വെയിൻ, തൈറോയ്ഡക്ടമി, ഹിസ്റ്ററക്ടമി തുടങ്ങിയ ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും മിക്ക രോഗികൾക്കും കഴിയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ശാസ്ത്രീയമായി ടെക്നോളജിയുടെ സപ്പോർട്ടോടെ ക്ലിനിക്കൽ പിന്തുണയോടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി ചെയ്യേണ്ടി വരുന്ന ഒട്ടുമിക്ക ഓപ്പറേഷനുകളും ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും മരുന്നില്ലാതെ തന്നെ ഇത്തരം രോഗങ്ങൾ നിയന്ത്രിക്കാനും കഴിയുന്നതേ ഉള്ളൂ. ഒരു പ്രധാന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം എല്ലാവരിലും ഉണ്ടാകണം. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാൻ സഹായിക്കുകയാണ്. കേരളം ബോധവൽക്കരണത്തിൽ മുന്നിലാണ്. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. രോഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് മടിയില്ല. ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾ സജ്ജരാണ്. എന്നാൽ ചിലപ്പോൾ ശരീരം വളരെ നേരത്തെ തന്നെ കാണിച്ചു തരുന്ന ദൃശ്യമാകുന്ന സിഗ്നലുകൾ നമ്മൾ ലഘുവായി കാണുന്നു. കുടവയർ അത്തരം ഒരു സിഗ്നലാണ്. അത് വെറും സൗന്ദര്യ പ്രശ്നമല്ല. അത് വയർ കൂടിയിരിക്കുന്നു എന്ന ഒറ്റ വാക്കിൽ ചുരുക്കാനാവുന്ന കാര്യമല്ല.
അത് ശരീരത്തിന്റെ ജൈവ മുന്നറിയിപ്പാണ്. അകത്തളങ്ങളിൽ എന്തോ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ഒരു വ്യക്തമായ സൂചന. കുടവയർ പലപ്പോഴും ഹോർമോൺ അസന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇൻസുലിൻ സ്ഥിരമായി ഉയർന്നിരിക്കാം. കോർട്ടിസോൾ ക്രമാതീതമായി പ്രവർത്തിച്ചിരിക്കാം. അതേസമയം ശരീരത്തിന്റെ ഘടനാപരമായ ബാലൻസ് മാറിയിരിക്കാം. ഗുരുത്വാകർഷണ കേന്ദ്രം മുന്നോട്ട് നീങ്ങിയിരിക്കാം. സ്പൈൻ കൂടുതൽ സമ്മർദ്ദം ഏറ്റെടുക്കുന്നുണ്ടാവാം. അകത്തളങ്ങളിൽ ഇൻഫ്ലമേഷൻ ഉയർന്നിരിക്കാം. ദീർഘകാല സ്ട്രെസ് ശരീരത്തെ സ്ഥിരമായ ജാഗ്രതാവസ്ഥയിൽ നിലനിർത്തിയിരിക്കാം. ഇവയെല്ലാം ചേർന്നാണ് കുടവയർ എന്ന ദൃശ്യമാകുന്ന രോഗം ഉണ്ടാകുന്നത്. അതിനാൽ അത് വെറും കൊഴുപ്പിന്റെ അടിഞ്ഞുകൂടൽ മാത്രമല്ല, അത് ജൈവ അസന്തുലിതാവസ്ഥയുടെ ദൃശ്യരൂപമാണ്. ഈ സന്ദേശം ആദ്യം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ ചുവടുവയ്പ്. പ്രമേഹം വന്ന ശേഷം മാത്രമല്ല ഇടപെടേണ്ടത്. ഹൃദ്രോഗം സംഭവിച്ച ശേഷം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. ഫാറ്റി ലിവർ കൂടി സിറോസിസിലും ലിവർ ഫെയിലിയറിലും എത്തിയിട്ടല്ല ആശങ്കപ്പെടേണ്ടത്. ശരീരം അതിനു മുമ്പേ തന്നെ സൂചന നൽകുന്നു. ആ സൂചനകളെ ഗൗരവത്തോടെ കാണുക എന്നത് ആരോഗ്യബോധത്തിന്റെ ആദ്യപടിയാണ്. കുടവയർ വളരുമ്പോൾ അത് നമുക്ക് കാണാം, അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക എന്ന് ശരീരം പറയുന്ന രീതിയാണിത്. അതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് ലളിതമായ ചില നടപടികൾ സ്വീകരിക്കാം. വയറിളക്കുക, പേശി സംരക്ഷിക്കാൻ പ്രാധാന്യം നൽകുക, ഉറക്കത്തെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനമായി കാണുക, മാനസിക സ്ട്രെസ് കുറയ്ക്കാൻ ജാഗ്രത പുലർത്തുക, ദിവസേന ആക്ടിവിറ്റി, വ്യായാമം ഉറപ്പുവരുത്തുക, ചലനം തിരികെ കൊണ്ടുവരിക. ഇവയൊന്നും അതിശയകരമായ ചികിത്സകളല്ല, പക്ഷെ ഇവയാണ് ജൈവ ബാലൻസ് പുനഃസ്ഥാപിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ. കേരളം സാമ്പത്തികമായി മുന്നേറി, വീടുകൾ മെച്ചപ്പെട്ടു, സൗകര്യങ്ങൾ വർദ്ധിച്ചു. പക്ഷേ ഇനി നമ്മൾ മെറ്റബോളിക് ആരോഗ്യത്തിലും മുന്നേറണം. സമ്പന്നതയോടൊപ്പം ജൈവ ബാലൻസും നിലനിർത്തണം. ഇല്ലെങ്കിൽ ദൃശ്യമാകുന്ന പുരോഗതിയുടെ അകത്ത് നിശബ്ദമായ ആരോഗ്യക്ഷയം സംഭവിക്കാം. കുടവയർ ഒരു സന്ദേശമാണ്. ആ സന്ദേശം കേൾക്കുക, വൈകാതെ ഇടപെടുക, ജൈവ ബാലൻസ് പുനഃസ്ഥാപിക്കുക. കാരണം ചികിത്സ പ്രധാനമാണ്, പക്ഷെ ശരീരത്തിന്റെ ജൈവസ്ഥിതിയാണ് ആരോഗ്യത്തിന്റെയും രോഗമുക്തിയുടെയും അളവുകൾ. അമിതവണ്ണവും കുടവയറും അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഹോർമോൺ ഗ്രന്ഥിയുടെ അമിത വളർച്ചയാണ് കുടവയറും അമിതവണ്ണവും. ഒബേസിറ്റി, അമിതവണ്ണം ഒരു രോഗമാണ്, ഓർമ്മിക്കുക. പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ക്യാൻസറും പോലുള്ള പല രോഗങ്ങളുടെയും തുടക്കം കുടവയറിൽ നിന്നാണ്. താങ്ക് യു. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.